ഓം ശാന്തി. രാജയോഗ ശിബിരം എന്ന തീർത്ഥയാത്ര നമ്മൾ തുടരുകയാണ്. ഈ യാത്രയിൽ നമ്മൾ ആത്മാവാണ് നമ്മളെന്നും ആത്മാവിനെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും ആത്മാവ് തൻ്റെ കർമ്മത്തിലേക്ക് ഉപയോഗിക്കുന്ന 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളെക്കുറിച്ചുമെല്ലാം ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ആത്മശരീരം ഉപേക്ഷിക്കുന്ന ആ പ്രക്രിയ, മരണസമയത്തുണ്ടാകുന്ന അവസ്ഥ എന്താണ്, മരണശേഷം എന്താണ് നടക്കുന്നത്, അടുത്ത ശരീരം കിട്ടുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒരാത്മാവ് ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നത്, നമ്മൾ ഓരോ ആത്മാക്കളും നമ്മുടെ സങ്കല്പങ്ങളാകുന്ന ഊർജം ശരീരത്തിലൂടെ മുഴുവൻ വിന്യസിച്ച് അഥവാ ശരീരത്തിലൂടെ മുഴുവൻ പ്രവഹിപ്പിച്ചുകൊണ്ടാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ഊർജം ഈ ശരീരത്തിലൂടെ മുഴുവൻ പുറത്ത് കടക്കുകയും ശരീരത്തിൻ്റെ ചുറ്റും ഒരു പ്രഭാവലയം, ഒരു പ്രകാശ ശരീരം പോലെ ഈ ശരീരത്തിനെ കവർ ചെയ്തു നിൽക്കുന്ന ഏകദേശം ഒരു 18 ഇഞ്ചോളം വിസ്തൃതിയുള്ള ഒരു പ്രകാശത്തിൻ്റെ കവറ് നമ്മളെല്ലാവരുടെയും ശരീരത്തിന് ചുറ്റുമുണ്ട്. ഈ പ്രകാശ ശരീരം എന്ന് പറയുന്നത് ആത്മാവി ശരീരം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഊർജ്ജമായ സങ്കല്പത്തിൻ്റെ പ്രതിഫലനം കൊണ്ട് നിർമ്മിക്കപ്പെടുന്നതാണ്. അപ്പം മരണം എന്നൊരു സംഗതി സംഭവിക്കുമ്പോൾ ആത്മാ തൻ്റെ ശരീരത്തിൽ നിന്ന് പ്രകാശ ശരീരത്തോടുകൂടി പുറത്തു കടക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നിറയെ ഓട്ടയുള്ളൊരു ഓട്ടപാത്രം പോലെയാണ്, ഒരു അരിപ്പ പോലെയാണുള്ളത്. ഓരോ രോമകൂപങ്ങളും ഓരോ സുഷിരങ്ങളെ പോലെയാണ്. അപ്പോൾ ആത്മാവിൻ്റെ പ്രകാശം ഈ ശരീരത്തിൽ മുഴുവൻ എല്ലാ സുഷിരങ്ങളുടെയും പുറത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിളക്ക് കത്തിച്ച് വെച്ച് നിറയെ ഓട്ടയുള്ള ഒരു അരിപ്പ അതിനെ കമഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ ദൂരം നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ പ്രകാശം എല്ലാ സുഷിരങ്ങളുടെയും പുറത്ത് വന്ന് ആ പാത്രത്തിൻ്റെ ഷേപ്പ് കൈക്കൊണ്ടിട്ടുണ്ടാവും. ഇതുപോലെയാണ് നമ്മൾ ആത്മാക്കൾ ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ആ ആത്മീയ ഊർജം, സങ്കല്പത്തിൻ്റെ പ്രകാശം, അതിസൂക്ഷ്മമായൊരു പ്രകാശം ഈ ശരീരത്തിന് ചുറ്റും വ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന ആത്മാവ് ഈ തൻ്റെ ഊർജത്തിനെ തൻ്റെ എല്ലാ സൂക്ഷ്മമായിരിക്കുന്ന ഈ സുഷിരങ്ങളിൽ നിന്നും വലിച്ചെടുത്ത് മൂർധാവിലൂടെ ഒരു പ്രകാശരൂപമായി പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഇതേ ഷേപ്പോട് കൂടിയ, ഇതേ വലുപ്പത്തോടു കൂടിയ ഒരു പ്രകാശ ശരീരത്തോടു കൂടിയാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. അതായത് മരിക്കുന്ന സമയത്ത് അതികഠിനമായ വേദന ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് മരണഭയം, എല്ലാവരും പറയും വലിയൊരു ഭയമാണ് മരണഭയം. ഒന്ന്, അതെവിടേക്കാണ് നമ്മൾ പോകുകയെന്നറിയില്ല, എന്താണ് നമുക്ക് സംഭവിക്കണമെന്ന് അറിയുന്നില്ല. പിന്നെ മരണവേദന, അതിലും വലിയ വേദനയാണ്. പലപ്പോഴും മരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് വിസർജ്യങ്ങളെല്ലാം പുറത്തു വരുന്നതായി കാണാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഓരോ സുഷിരങ്ങളിലും പരന്നിരിക്കുന്ന നമ്മളുടെ ആത്മീയ ശക്തിയെ ഇന്ന് വരെ ഒരിക്കൽ പോലും നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഒരു സങ്കല്പത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല. ഒരു വൈൽഡ് ഡ്രീമിൽ പോലും ഇതിൽ നിന്ന് വേറെയാണെന്ന് ചിന്തിക്കുന്നത് വളരെ അപൂർവം മാത്രം. അങ്ങനെയുള്ള നമുക്കൊരു സുപ്രഭാതത്തിൽ ഇതിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വേദന അതികഠിനായിരിക്കും. ഒരു സൂക്ഷ്മമായ ഈ ശക്തിയെ മുഴുവൻ വലിച്ചെടുത്ത് ആത്മയിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴാണ് ആ കഠിനമായ വേദന കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിസർജ്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. സത്യത്തിൽ നമ്മൾ എപ്പോഴാണോ ആത്മാവാണ് ഞാനെന്നും ഈ ശരീരം എൻ്റെയാണെന്നും എത്ര കൂടുതൽ പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ, പരസ്പരം ആത്മാക്കളാണെന്നുള്ള ഭാവത്തോടു കൂടി ആത്മീയ സാഹോദര്യത്തെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നോ, നമ്മുടെ സങ്കല്പത്തിലൂടെ നമുക്ക് എത്രയോ പ്രാവശ്യം ഈ ശരീരത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മരണം എന്നുള്ളതും നമുക്ക് വളരെ ലഘുവായിരിക്കും. വെണ്ണയിൽ നിന്ന് മുടിയെടുക്കും പോലെ സ്വയം ആത്മ ഈ ശരീരത്തിൽ നിന്ന് വേറെയാണ് എന്ന നിരന്തര പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ശരീരത്തിൽ നിന്ന് സഹജമായി പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. ഇനി പുറത്ത് കടന്നു കഴിയുമ്പോഴും നമ്മളുടെ ശരീരത്തിൽ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം ആ പ്രകാശ ശരീരത്തോടു കൂടിയുണ്ട്, നമുക്ക് മറ്റുള്ളവരെ കാണാൻ സാധിക്കും. പക്ഷേ മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മളെ മറ്റുള്ളവർ കാണാൻ സാധിക്കില്ല. അവർ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും, പക്ഷേ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് കേൾക്കാൻ സാധിക്കില്ല. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മരിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരം അഥവാ പ്രകാശ ശരീരത്തിലുള്ള ആത്മാവും മറ്റ് ആത്മാക്കളും മറ്റ് ജീവിച്ചിരിക്കുന്ന ആത്മാക്കളും തമ്മിലുള്ളത്. അപ്പോൾ ശരീരം വിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ശരീരത്തിനെ അടക്കം ചെയ്യുന്നതുവരെ അഥവാ ക്രീമേഷൻ ചെയ്യുന്നതുവരെ അതിൻ്റെ അടുത്ത് പോകാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മുടെ ഏറ്റവും പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള, നമ്മുടെ പേഴ്സണൽ മാത്രമായിരുന്ന നമ്മുടെ സമ്പത്താണ്
ഈശ്വരൻ നമുക്ക് തന്ന ഗിഫ്റ്റാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് അകന്ന് മാറിയാലും ഇതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് പോകില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഏകദേശം സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ചടങ്ങുകളുടെയൊക്കെ അവസാന ദിവസം വരെ നമ്മുടെ എല്ലാ ബന്ധുക്കളും ദുഃഖിച്ചുകൊണ്ട് നമ്മളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, സങ്കല്പം കൊണ്ട് നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതെല്ലാം കണ്ടുകൊണ്ട് ആ വീട്ടിൽ തന്നെ 10-13 ദിവസം, എത്ര ദിവസമാണോ നമ്മുടെ ചടങ്ങുകളുള്ളത് ആ ദിവസം വരെ നമ്മൾ ആ വീട്ടിലുണ്ടാവും. അതിനുശേഷം നമുക്ക് അടുത്ത നമ്മുടെ ശരീരത്തിലേക്ക്, ഏത് അമ്മയുടെ ഗർഭത്തിലാണോ കർമ്മമനുസരിച്ച് നമുക്ക് ശരീരം റെഡിയായിട്ടുള്ളത് ആ ശരീരത്തിലേക്ക് നമ്മൾ പറന്നു പോകും. മാക്സിമം 41 ദിവസം വരെ സാധാരണഗതിയിൽ സൂക്ഷ്മ ശരീരത്തിൽ നമ്മളുണ്ടാവും. പക്ഷേ കൂടുതൽ പാപങ്ങൾ ചെയ്ത ആത്മാക്കളാണ് എങ്കിൽ, അഥവാ ഒരുപാട് കാലഘട്ടത്തിൽ വിരക്തി വന്ന് ഇനി ഈ ലോകത്ത് ജന്മം വേണ്ട എന്ന ആ ഒരു ഫീലിങ്ങോട് കൂടി തപസ്സനുഷ്ഠിക്കുന്ന തപസ്വികളാണെങ്കിൽ 2 രീതിയിലുള്ളവർക്കും പെട്ടെന്ന് ശരീരം എടുക്കേണ്ടതായി വരില്ല. തപസ്സുകൾക്കാണെങ്കിൽ അവരുടെ അന്തിമ സങ്കല്പത്തിൻ്റെ ഈശ്വര സാധനയുടെ റിസൾട്ടായിട്ട് ജന്മമെടുക്കുന്നതിൻ്റെ ഗ്യാപ്പ് വർദ്ധിക്കും. പാപം ചെയ്തവർക്കാണെങ്കിൽ ആ സൂക്ഷ്മ ശരീരത്തിൽ അലഞ്ഞുകൊണ്ട് അവരുടെ പാപത്തിൻ്റെ ഫലങ്ങളെ അനുഭവിച്ചുകൊണ്ട്, കാരണം നമുക്ക് ഈ ശരീരമില്ലെങ്കിലും മറ്റെല്ലാവരെയും കാണാൻ സാധിക്കുകയും എല്ലാത്തിനോടും ആകർഷണം ഉണ്ടാവുകയും അതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥയും വരുമ്പോൾ സത്യത്തിൽ അതൊരു വലിയ പണിഷ്മെൻറ്റ് പോലെയാണ്, അഥവാ പണിഷ്മെൻറ്റിൻ്റെ അവസ്ഥയാണ്. അങ്ങനെ ആ ശരീരത്തിലും നമ്മൾ അലയും. അമ്മയുടെ ഗർഭത്തിൽ 4 മാസം പ്രായത്തിലേക്ക് നമ്മുടെ ശരീരം റെഡിയാകുമ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിനെ മെൽറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് നമ്മൾ ആത്മാവ് സ്റ്റാറായി ആ അമ്മയുടെ ഗർഭത്തിലേക്ക്, നമ്മുടെ പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കും. വീണ്ടും നമ്മളൊരു പുതിയ ജന്മവുമായി, പുതിയ പൈതലായി, പുതിയൊരു തുടക്കമായി ജീവിതം ആരംഭിക്കും. നമ്മൾ ആത്മാ എന്നുള്ള സത്യം അറിയും, ആത്മാവിൻ്റെ ഉള്ളിൽ ഗുണങ്ങൾ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു ജന്മം കഴിഞ്ഞ് മറ്റൊരു ജന്മത്തിലേക്ക് തുടർച്ചയുള്ളൊരു ജീവിതമാണ്. ആ യാത്രയിലേക്ക് വേണ്ട നല്ല കർമ്മങ്ങളെയും നല്ല സംസ്കാരത്തിനും നിറച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വീണ്ടും സപ്തഗുണങ്ങളെ നിറയ്ക്കാൻ അതിന് സഹായിക്കുന്ന ഏക പ്രക്രിയയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ മെഡിറ്റേഷൻ സാധ്യമാകണമെങ്കിൽ, അഥവാ ഗുണങ്ങളെ നമ്മളിൽ നിറയ്ക്കണമെങ്കിൽ ഈശ്വരനുമായി നമ്മൾ സമാഗമം നടത്തണം. ഈശ്വരനുമായി സമാഗമം നടത്താൻ ഈശ്വരൻ ആരാണ്, എവിടെ ഇരിക്കുന്നു, അവിടുത്തെ രൂപം എന്താണ്, എങ്ങനെ ഭഗവാനിൽ നിന്നും ശക്തികളെ സ്വീകരിക്കാൻ സാധിക്കും, ഏത് രീതിയിലാണ് ഈശ്വരനുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.